ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹലോ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് എങ്ങനെയാണ് ബിബ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ബിബ് സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്കൊരു ക്രോസ് പീസിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഇതുപോലെ ക്രോസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് എടുത്തിട്ട് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ അകലത്തിൽ ഈ രീതിയിൽ, ഇപ്പോൾ ഈ സ്കെയിൽ കറക്റ്റ് ഒരു 1.5 ഇഞ്ചിൻ്റെ അടുത്താണ്. അതായത് ഇതുണ്ടോ, ഈ രീതി 1.5 ഇഞ്ചിൻ്റെ ഈ രീതിയിൽ 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഒരു ലൈൻ വരച്ചിട്ട് ഈ രീതിയിൽ ക്രോസ് ആക്കിയിട്ട് ഓക്കെ, ഇതിപ്പോൾ 1.5 ഇഞ്ച് വീതിയുള്ളത്. ഇത് ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടില്ല. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്രോസ് പീസ് തന്നെ എടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനൊരു പീസ് നമുക്ക് നെക്കിനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബിബ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഇത് നമ്മുടെ ബിബാണ്. ഇത് ബിബിൻ്റെ ബാക്ക് പോർഷനാണ്. ഇത് ഈ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ടാണ്. ഇത് ഈ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട്, ഇത് ബാക്ക്, അങ്ങനെയാണുള്ളത്. ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ അടയാളപ്പെടുത്തിയത്. ഇത് ഈ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ടാണ്, ഈ 2 പോർഷനും. ഇത് നമ്മൾ ഫേസിങ് ആയിട്ടാണ് വെക്കുക. അതായത് ഈ ഫ്രണ്ടും ഒരുമിച്ച് വെക്കും. ബാക്കും ഇതാ ഈ രീതിയിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഫ്രണ്ട് പോർഷനും ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു പ്രിൻ്റൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പോപ്ലിംഗ് ക്ലോത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഫ്രണ്ട് എന്ന് അടയാളപ്പെടുത്തിയത്. ഈ ഫ്രണ്ടും ഈ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ടും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ആദ്യം ഈ രണ്ട് ഫാബ്രിക്കും ഒരുമിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം. രണ്ടും ഒരുപോലെ വെക്കുക, ഒരേ ലെവലിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഒരു പ്രസ് അടി കൊടുക്കാം. ഓക്കെ, ഇതിൽ എക്സ്ട്രാ വരുന്ന പാർട്ടൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിന് നോച്ചിട്ട് കൊടുക്കാം.
മറിച്ചിടുന്ന സമയത്ത് ഈ രീതിയിലാണ് നമ്മൾ ഇട്ടുകൊടുക്കുക. ഈ രീതിയിൽ നോച്ചിട്ട് കൊടുക്കാം. ഫാബ്രിക്കിൽ നമ്മൾ കൊടുത്ത സ്റ്റിച്ചിലേക്ക് തട്ടാത്ത രീതിയിൽ വേണം നോച്ചിട്ട് കൊടുക്കാൻ. ഓവറായിട്ട് ക്ലോത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കുമ്പോൾ അത് കൂടുതൽ കംഫർട്ടായിരിക്കും. ഓക്കെ, ഇനി ഫാബ്രിക് നമുക്ക് മറിച്ചിടാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബിബിൻ്റെ ഫ്രണ്ട് പോർഷൻ. എക്സ്ട്രാ ഉള്ള ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു പ്രസ് അടി കൊടുക്കാം. അതായത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇതിലൂടെ ഒരു പ്രസ് അടി കൊടുക്കാം. ഈ രീതിയിലൊരു പ്രസ് അടി കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് നീറ്റാക്കാം. ഓക്കെ, ഇനി നമ്മൾ മുന്നേ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഇതിലേക്ക് കൊടുക്കണം, അതായത് നെക്കിൻ്റെ പോർഷനിലേക്ക് കൊടുക്കണം. ഓക്കെ, അതിനു വേണ്ടി നമ്മുടെ ഈ ക്രോസ് പീസിൻ്റെ സെൻറ്റർ എടുത്തിട്ടൊരു നോച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു നോച്ചിട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ നെക്ക് സെൻറ്റർ ആക്കിയതിന് ശേഷം ഒരു നോച്ചിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ഈ കൊടുത്ത ക്രോസ് പീസ് കൊടുത്ത നോച്ചും ഈ നെക്കിലെ നോച്ചും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് റിമൂവ് ചെയ്തിട്ട്
നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഇവിടെ എക്സ്ട്രാ കിടക്കുന്ന ഈ പോർഷനിലൊക്കെ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. കൂടുതലായിട്ടുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ ഓക്കെ. ഇനി നമുക്ക് ഒരു പ്രസ് അടി കൊടുക്കണം. ഈ ക്രോസ് പീസ് എടുത്തില്ലേ, ആ ക്രോസ് പീസിലൂടെയാണ് നമ്മൾ പ്രസ് അടി കൊടുക്കേണ്ടത്. ഇതിലൂടെ ഈ ഫാബ്രിക്കിൽ പ്രസ് അടി കൊടുക്കരുത്, ക്രോസ് പീസിൽ തന്നെ പ്രസ് അടി കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചോക്ക് യൂസ് ചെയ്ത് വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ക്രോസ് പീസ്, ഇത് നമ്മുടെ ബിബിൻ്റെ ബാക്ക് പോർഷനാണ്. ഈ ബാക്ക് പോർഷനിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഈ രീതിയിലാണ് ഇത് ബാക്ക് പോർഷനിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു ഫോൾഡ് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫാബ്രിക്കിലേക്ക് ഈ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു ഫോൾഡിങ് കൊടുക്കുക, നെക്സ്റ്റ് ഒരു ഫോൾഡിങ് കൊടുക്കുക. ഇനി ഇത് ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഫ്രണ്ട് നല്ല നീറ്റായിട്ട് കിട്ടും. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇത് ഇതിൻ്റെ ബാക്ക് പോർഷനിലാക്കാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ്. ഇതിന് ബാക്കിലോട്ടാക്കുക. ഈ രീതിയിൽ വരണം ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിലോട്ടാക്കിയതിന് ശേഷം ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, നെക്സ്റ്റ് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇനി നമുക്കൊരു ഈ ഗ്യാപ്പിലൂടെ ഈ ഒരു അറ്റത്തിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെല്ലെ ചെയ്താൽ മതി. ക്രോസ് പീസ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അപ്പം ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതാ ഈ രീതിയിൽ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഓക്കെ ഈ ഒരു വയറും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വള്ളി നമുക്ക് ഇത് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു പീസ് ഇതാ, ഞാൻ സ്റ്റിച്ച് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇതിങ്ങനെ വരും. ഒരു പീസ് ഉള്ളോട്ടും
ഒരു പീസ് മുകളിലോട്ട് വയ്ക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫോൾഡ്, 2 ഫോൾഡ് ഈ രീതിയിൽ വരും. എക്സ്ട്രാ ക്രോസ് ആയിട്ട് വരുന്നൊക്കെ കട്ട് ചെയ്യാം. ഈ രീതിയിൽ വരും. ഇനി ഈ സൈഡ് നമുക്ക് ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ ഒരു വള്ളി പീസ്, ഈ ഒരു കയർ പീസ് അതും കൂടി സ്റ്റിച്ച് ചെയ്യണം നോക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ വരും. ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഉള്ളോട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഫിനിഷിംഗ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒരു ഫോൾഡ് വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഫിനിഷിങ് ആവുള്ളൂ കേട്ടോ. എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അടിയും കൂടി കൊടുക്കാം നമുക്ക്. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഓക്കെ, നമുക്കൊന്നുകൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം നമുക്ക്. ഈ രീതിയിൽ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ രീതിയിൽ കിട്ടും. ഇനി നെക്സ്റ്റും ഇതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഓക്കെ ആയില്ലേ? എല്ലാവർക്കും ബിബ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? എക്സ്ട്രാ വരുന്ന ത്രെഡും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് നീറ്റാക്കി വെക്കുക.